Watch India's largest kids library only on Jio Hotstar. Download the app now. ബോസ് ടോർച്ചിന് പകരമായിട്ട് പണം നിറച്ച ബാഗ് അയാൾക്ക് കൊടുത്തോ ബോസ്? നിങ്ങളെ അയാൾ വിഡ്ഢിയാക്കുകയായിരുന്നു ബോസ്. എന്നെ ഈ ലോകത്താർക്ക് വിഡ്ഢിയാക്കാൻ കഴിയില്ലടാ. ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവരൊന്നുമല്ല. ഇതെന്റെ പൈശാചിക ബുദ്ധിയിൽ ഉദിച്ചൊരു ഐഡിയ ആണ്. ഐഡിയ എന്താണ് ബോസ്? നമ്പർ 2, ഇത് നീ വിചാരിക്കുന്ന പോലെ സാധാരണ ഐഡിയ ഒന്നുമല്ല. ഇത് നമ്മൾ യൂസ് ചെയ്താൽ ആ ബോട്ടും പത്രവും ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും. അവർക്ക് രണ്ടുപേർക്കും ആരുടെ മുഖത്ത് പോലും നോക്കാൻ പോലും പറ്റാതാകും. വാടാ തടിയന്മാരെ. ഈ ജോക്കർ പെയിന്റ് അവരുടെ മുഖത്ത് ഞാൻ അടിച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല. ഈ ടോർച്ച് ഒന്നുകൂടി അടിക്കുന്നത് വരെ അവനിങ്ങനെ ജോക്കറായിട്ട് കറങ്ങി നടക്കേണ്ടി വരും. കണ്ടില്ലേ എന്റെ പൈശാചിക ബുദ്ധിയിൽ എത്ര വലിയ ഐഡിയയാണ് ഉദിച്ചതെന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജോൺ ആണ്. മാത്രമല്ല അവൻ വളരെ നല്ല ഒരു മനുഷ്യനുമാണ്. ലോകം അവന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ ഡോണുകളുടെ ഡോണാണ്. എല്ലാവരുടെയും പ്രിയങ്കരനാണ്. ഇന്ന് വരെ ആരും അവനെ മനസ്സിലാക്കിയിട്ടില്ല. വളരെ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് അവൻ. ഇതുപോലെ എന്നെ ആരും ഇതുവരെ പുകഴ്ത്തിയിട്ടില്ല ബോട്ടു. നീ ഉള്ളാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ നീ ഒരു റോസാപ്പൂവാ ബോട്ടു, റോസാപ്പൂ. നീ എത്ര നല്ലവനാ. പക്ഷെ ഞാനാ നിന്നെ മനസ്സിലാക്കാതെ ജോക്കറാക്കി മാറ്റാൻ വന്നത്. നമ്പർ 1, നമ്പർ 2, നമുക്ക് തിരിച്ചു പോകാം അല്ലേ? ഇനി നമുക്ക് ബോട്ടുവിനെ ഒരിക്കലും ജോക്കറാക്കി മാറ്റണ്ട. വേടാ പോവാം. ചിങ്കം സാറേ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ സ്വപ്നത്തിൽ വന്നതാണ്. ഈ സ്വപ്നങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾ കരുതിയാൽ ഫുർഫുറി നഗരത്തിന് ഒരിക്കലും ശാന്തി കിട്ടില്ല. ആ ജോണില്ലേ, ഒരു കള്ളനാണ്, കൊലപാതകയാണ്, കഴുതയാണ്. അവനെ ഒരിക്കലും പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വിശ്വാസവഞ്ചകനാണ്. എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാൽ അവനെ ഇടിച്ച് 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 ചമ്മന്തിയാക്കും ഞാൻ. കള്ള ജോൺ. ലിറ്റിൽ മോട്ടു ഉറങ്ങ്, ലിറ്റിൽ മോട്ടു ഉറങ്ങിക്കോ. മമ്മി പപ്പ ഇപ്പൊ വരും, കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും. എന്റെ ലിറ്റിൽ ടോൺ ഉറങ്ങിക്കോ. ഉറങ്ങി ബോസ്. ഇപ്പൊ മനസ്സിലായി. മോട്ടു, പത്ലു, നിങ്ങളോട് രണ്ടുപേരോട് ഒരിക്കലും സ്നേഹം കാണിക്കാൻ പാടില്ല. പത്ലു, എന്നെ നോക്കി ചിരിക്കാതെ ആദ്യം നിന്റെ മുഖം നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്റെ മോട്ടോ, എന്റെ മുഖം കണ്ണാടിയിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ വേണമെങ്കിൽ നിന്റെ മുഖം കണ്ണാടിയിൽ പോയി നോക്കിക്കോ. മോട്ടു, നമുക്ക് ഈ മേക്കപ്പ് ആരാ ഇട്ടത്? അറിയില്ല പത്ലു. ആരോ നമ്മളെ മുഖം വെച്ച് കളിച്ചിരിക്കുകയാണ്. മോട്ടു, വേഗം ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. ആരാ നിങ്ങൾ? എന്തിനാണ് ഇങ്ങനെ മുഖം പറിച്ച് നടക്കുന്നത്? ഏയ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആരാ നിങ്ങൾ? എന്റെ സുഹൃത്തുക്കൾ മോട്ടും പത്ലുവിന്റെ വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുന്നേ?
ഇതെന്തൊരു തമാശയാ മോട്ടു പത്ലു. നിങ്ങളുടെ ചിരിയൊന്ന് നിർത്തോ. അറിയില്ല ഞങ്ങൾ ഉറങ്ങുമ്പോ ഇതാരാണ് ചെയ്തു വെച്ചതെന്ന്. ഇപ്പൊ ഞങ്ങൾ ഇത് ശരിയാക്കാൻ വേണ്ടി ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവുകയാണ്. സോറി ചങ്ങാതി, വെരി സോറി. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ വിഷമത്തില്ല, അതിന് പുറത്ത് ഞാൻ തല്ലുകയും ചെയ്തല്ലോ. വെരി സോറി. ഒന്നും പറയണ്ട ബോക്സർ ഭായ്, ഒന്നും പറയണ്ട. അടിച്ചാലും നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തെന്ന് വിളിച്ചില്ലേ, അത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യ. ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല, കാരണം നമ്മള് കൂട്ടുകാരല്ലേ. ഞങ്ങളിപ്പോ പോവുക. ബോക്സർ ഇത്ര പെട്ടെന്ന് അടിയൊക്കെ നിർത്തിയോ? ഇപ്പൊ കാണിച്ചു തരാം, എന്റെ കയ്യിലൊരു ടിസ്റ്റ് ഉണ്ട്. ഹലോ ബോട്ടു, ഉടൻ തന്നെ അതിന്റെ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്യ്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം 10 രൂപ കൂടി കേൾക്കണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് സ്വയം കളർ അടിച്ചതാണെന്ന് ഞാൻ ആരോടും പറയത്തില്ല, അതാരും കണ്ടുപിടിക്കുകയുമില്ല. നിങ്ങൾക്ക് ഈ കളറ് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും ആരും അറിയത്തില്ല ബോട്ടു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, വളരെ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ. ഓ അത് ശരി, അപ്പൊ നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കിയായിരുന്നു അല്ലേ? മുഖത്ത് സ്വയം പെയിന്റ് അടിച്ചു വന്നിരിക്കുന്നോ? പറഞ്ഞ എന്തിനാ ചെയ്തത്? എന്തിനാണ് ചെയ്തതെന്ന് പറയാൻ. ഞങ്ങൾ പറയുന്നത് സത്യമാണ്. മനസ്സിലായോ? ബോക്സറേട്ടാ, നിങ്ങൾ അടിച്ച ഓരോ അടിയും മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൂടി അടിക്കോ? താങ്ക് യു. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ നിൽക്ക്, നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ. ആരാണ് നിങ്ങൾ? സാറേ, ഞങ്ങൾ മോട്ടുവും പത്തിലുമാണ്. എന്തിനാ മുഖം ഇങ്ങനെ മറച്ചു വെക്കുന്നത്? പറ, മുഖം ഒന്ന് തുറന്ന് കാണിക്ക്. നിങ്ങൾ മോട്ടു പത്തിലാവാൻ യാതൊരു സാധ്യതയില്ല. എന്തിനാ മിണ്ടാ നിൽക്കുന്നത്? അവര് നല്ല ധൈര്യമുള്ളവരാണ്. എനിക്കറിയാം നിങ്ങൾ വേറെ ആരോ ആണ്. നിങ്ങളുടെ മുഖം ഞാനൊന്ന് കാണട്ടെ. മോട്ടു, നമ്മുടെ മുഖം ഒരിക്കലും കാണിക്കാൻ പാടില്ല, കാരണം ഇത്രയും ജനങ്ങൾ നോക്കി നിൽക്കുക, നമ്മളെ നോക്കി കളിയാക്കും. അവിടെ നിൽക്ക്. ഒരു അടി നിങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആകാശത്തിലേക്ക് വെടിവെക്കും. ഇത് ചിങ്കമാണ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. വെറുതെ എന്നിട്ട് ഇങ്ങനെ ഓടിപ്പിക്കല്ലേ. എനിക്കിനി ഓടാൻ വയ്യ. മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, എന്റെ കയ്യിലുള്ള അവസാനത്തെ കെമിക്കൽ ഇത് മാത്രമാ. ഇത് വർക്കൗട്ട് ആയാലും വർക്കൗട്ടായി, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, വേറെ വഴിയൊന്നുമില്ല. അത് തീർച്ചയായിട്ടും ശരിയാവും. എന്തായാലും ഇത് ശരിയാക്കിയല്ലേ പറ്റുമല്ലേ കേട്ടോ. അതെ വലിയേട്ടാ, ഇതെന്താണ് സംഭവിച്ചത്? മോട്ടു, എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. പത്തിലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. മോട്ടു, നമ്മുടെ ഈ മൈനസ് നമുക്ക് പ്ലസ് ആയി മാറ്റിയാലെന്താ? മോട്ടു, കുട്ടികൾക്ക് ജോക്കറിനെ വളരെ ഇഷ്ടമാവും. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു ഷോ നടത്താം. അങ്ങനെ പോപ്പുലർ ആവാന്നേ. നമ്മൾ പോപ്പുലർ ആയതിനു ശേഷം ജോണിന് അത് എന്തായാലും ഇഷ്ടപ്പെടില്ല. എന്തായാലും അപ്പൊ ജോണ് നമ്മുടെ മുഖം തന്നെ ശരിയാക്കിക്കോളും. ഏവർക്കും പ്രിയപ്പെട്ട പൊന്നു കുട്ടികളെ, ഈ മോട്ടു പത്ലു മാന്ത്രികന്മാർ നിങ്ങൾക്ക് വേണ്ടി മായാജാലം കാണിക്കുന്നതാണ്. കുട്ടികളെ, നിങ്ങളുടെ സന്തോഷം മാത്രമാണ് ഞങ്ങളുടെ എല്ലാം സന്തോഷം. എന്നാ എത്രയും പെട്ടെന്ന് തുടങ്ങിയാലോ? മോട്ടും 10 രൂപ സ്റ്റാർസായി മാറിയിരിക്കുകയാണ്, അതും സൂപ്പർ സ്റ്റാർസ്. എന്തിനാ ഞങ്ങളെ തരുന്നത്? ഈ ഐഡിയ നിങ്ങളുടേതായിരുന്നു.
അതേടാ എന്റെ ഐഡിയ തന്നെയാ. എന്നെ എന്താടാ നിങ്ങൾക്കൊക്കെ തല്ലണോ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ അങ്ങ് തല്ലടാ. പയ്യെ 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 അടിക്കടാ. വേദനിക്കുന്നു. എന്താ ഇത്? വേണ്ട, നമ്പർ 1 നമ്പർ 2 പറയുന്നത് മതിയാക്കണ മതി. നിങ്ങൾ കുറെ ഓവറായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജോക്കർ ഫേസ് ഞാനിപ്പോ മാറ്റി തരാം. പത്ലു, നമ്മുടെ മുഖം ശരിയായി. നമ്മളുടെ മുഖം ശരിയായി. നമ്മളുടെ മുഖം ശരിയായി. നമ്മളുടെ മുഖം ശരിയായി. മുഖം മാത്രമല്ല ശരിയായിട്ടുള്ളൂ, പക്ഷെ നിങ്ങളുടെ പോപ്പുലാരിറ്റി പോയല്ലോ. ഇനി ആരും നിങ്ങളുടെ ഷോ കാണാൻ വരത്തേ ഇല്ല. ഈ ജോൺ മാത്രമായിരിക്കണം പോപ്പുലർ. നിങ്ങൾ ഈ ഷോ കാണ്, ജോണിന്റെ ഷോ കാണ്. ജോൺ ആയിരിക്കണം ഡോൺ. ഇപ്പൊ കണ്ടോളൂ, ഈ തൊപ്പിക്കകത്ത് നിന്ന് എന്തൊക്കെയാ വരാൻ പോകുന്നത്. ആദ്യം പൂ വരാൻ പോകുന്നു. ഇതൊക്കെ വെറും തമാശയല്ലേ. അടുത്തതായിട്ട് ഈ തൊപ്പിക്കകത്തത് സ്വീറ്റ്സ് ആണ് വരാൻ പോകുന്നത്. ഇപ്പൊ നോക്കിക്കോളൂ, സൂപ്പർ ഷോ. ഈ തൊപ്പിക്കകത്തത് ഇനി വരാൻ പോകുന്നത് താറാവാണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.